ഗുഡ് മോർണിംഗ് ടു ഓൾ. നമുക്കിനി പഠിക്കാനുള്ളത് നെക്സ്റ്റ് മൊഡ്യൂളാണ്, ലാസ്റ്റ് മൊഡ്യൂള് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. എന്താണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് we draw conclusions about a population based on sample drawn from that population. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റഡി നടത്തുകയെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ഒരു പോപ്പുലേഷനെ ബേസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ടെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആ പോപ്പുലേഷൻസ് പോപ്പുലേഷൻ മുഴുവൻ എടുത്തുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ പോപ്പുലേഷനിലെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കുറച്ച് സാമ്പിൾസ് നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്യും. എന്നിട്ട് ആ സാമ്പിളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സാമ്പിളിനെ ബേസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കൺക്ലൂഷൻസ് അല്ലെങ്കിൽ ഇൻഫറൻസസ് ഡ്രോ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൺക്ലൂഷൻസ് ഒക്കെ എടുക്കാറുണ്ട്. അങ്ങനെ കൺക്ലൂഷൻസ് എടുക്കുന്ന പ്രോസസ്സിന് പറയുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ, ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് സാമ്പിൾ സെലക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മളെന്താ അതിനെ കുറച്ച് കൺക്ലൂഷൻസ് എടുക്കാറുണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് കൺക്ലൂഷൻസ് അല്ലെങ്കിൽ ഇൻഫറൻസ് നമ്മൾ എടുക്കാറുണ്ട് അല്ലെങ്കിൽ ഡ്രോ ചെയ്യാറുണ്ട്. അങ്ങനെ കൺക്ലൂഷൻസ് അല്ലെങ്കിൽ ഇൻഫറൻസസ് ഡ്രോ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിന് 2 ബ്രാഞ്ചസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തീസിസ്, സെക്കൻഡ് വൺ എസ്റ്റിമേഷൻ. ഇതിൽ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തീസിസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തീസിസ് പഠിക്കുന്നതിന് മുന്നേ എന്താണ് ഹൈപ്പോത്തീസിസ് നോക്കാം. എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തീസിസ് ഈസ് ആൻ അസംഷൻ അബൌട്ട് എ പോപ്പുലേഷൻ പാരാമീറ്റർ ഓർ എ ഫോം ഓഫ് പോപ്പുലേഷൻ. ഇവിടെ ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോപ്പുലേഷൻ നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആ പോപ്പുലേഷൻ പാരാമീറ്ററിനെ കുറിച്ചുള്ള അസംഷനോ അല്ലെങ്കിൽ ഫോം ഓഫ് പോപ്പുലേഷനെ കുറിച്ചുള്ള അസംഷനാണ് എന്ത് പറയുന്നത്, ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് പറയുന്ന വാല്യൂസിനാണ് നമ്മൾ പോപ്പുലേഷനെ കുറിച്ചുള്ള വാല്യൂവിനാണ് നമ്മൾ പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള അസംഷൻ എന്ന് പറയുന്നത് നമ്മൾ ഊഹിക്കുക അല്ലെങ്കിൽ നമ്മൾ ഗസ് ചെയ്യുന്നതിനാണ് നമ്മൾ അസംഷൻ എന്ന് പറയുന്നത് നമ്മൾ ഗസ് ചെയ്യുന്ന അതിന് നമ്മൾ അസംഷൻ എന്ന് പറയുന്നത്. ആ അസംഷനാണ് എന്ത് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസംഷൻ നമുക്ക് ഊഹിക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് കറക്റ്റാണോ അല്ലയോ എന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഊഹിക്കുന്ന അനുമാനങ്ങൾ അതിനാണ് നമ്മൾ അസംഷൻസ് എന്ന് പറയുന്നത്. ഇത് പറയുന്നുണ്ട് ദിസ് അസംഷൻ മേ ഓർ മേ നോട്ട് ബി ട്രൂ. ഈ അസംഷൻസ് ചിലപ്പോൾ ശരിയാകാതിരിക്കാം. എന്ന് വെച്ചാൽ നമ്മൾ ഈ അസംഷൻസ് ഈ പോപ്പുലേഷനിൽ നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾസൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്താ അസംഷൻസ് എടുത്തുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് അവസാനം ചിലപ്പോൾ നമുക്ക് ഈ അസംഷൻസ് ചിലപ്പം ശരിയാകാതിരിക്കാം കറക്റ്റ് ആകാതിരിക്കാം. ഈ അസംഷൻസ് ട്രൂ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അതർവൈസ് എന്ത് ചെയ്യാം, നമുക്കത് റിജക്റ്റ് ചെയ്യാം. ഈ ഹൈപ്പോത്തീസിസിനെ നമുക്ക് റിജക്റ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എടുക്കുന്ന പോപ്പുലേഷൻ പാരാമീറ്റർ അല്ലെങ്കിൽ ഫോം ഓഫ് പോപ്പുലേഷൻ്റെ അസംഷനെയാണ് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഹൈപ്പോത്തീസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈപ്പോത്തീസിസ്. അതിൽ ഫസ്റ്റ് വൺ, ദ ഹൈപ്പോത്തീസിസ് ഷുഡ് ബി ക്ലിയർ ആൻഡ് പ്രിസൈസ്. ഈ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഹൈപ്പോത്തീസിസ് എന്ന് വെച്ചാൽ അസംഷൻസ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഹൈപ്പോത്തീസിസ് ഷുഡ് ബി ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ പ്രിസൈസ് കൃത്യതയുള്ളതായിരിക്കണം. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് ബീയിങ് പുട്ട് ടു ടെസ്റ്റ്. നമ്മൾ എടുക്കുന്ന ഈ ഹൈപ്പോത്തീസിസ് അല്ലെങ്കിൽ അസംഷൻസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ളതായിരിക്കണം. വെറുതെ ചുമ്മാ ഒരു അനുമാനമല്ല, നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള അല്ലെങ്കിൽ ആ പോപ്പുലേഷനെ ബേസ് ചെയ്തുള്ള ആ ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഹൈപ്പോത്തീസിസ് ആയിരിക്കണം. തേർഡ് വൺ, ഇറ്റ് മസ്റ്റ് ബി സ്റ്റേറ്റഡ് ഇൻ ദ സിംപ്ലസ്റ്റ് ലാംഗ്വേജ്.
സോ ആസ് ടു മേക്ക് ഇറ്റ് അണ്ടർസ്റ്റുഡ് ബൈ ഓൾ കൺസേൺഡ്. എന്ന് വെച്ചാൽ നമ്മളെടുക്കുന്ന ഈ ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ അസംഷൻസ് സിമ്പിൾ ലാംഗ്വേജിലുള്ളതായിരിക്കണം. എന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു അസംഷൻസ് അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് ആയിരിക്കണം. ഫോർത്ത് വൺ, ഇറ്റ് ഷുഡ് സ്റ്റേറ്റ് ദ ഫാക്ട്സ് ദാറ്റ് ഗീവ് റൈസ് ടു ദ നെസസറി ഓഫ് ലുക്കിംഗ് ഫോർ ആൻ എക്സ്പ്ലനേഷൻ. നമ്മൾ സെറ്റ് ചെയ്യുന്ന അസംഷൻസ് നമുക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ ഫർദർ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫാക്ട്സും കൂടെ ഉള്ള ഒരു അസംഷൻ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് ആണ്. ദർ ആർ 2 ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ്. ഫസ്റ്റ് വൺ നൾ ഹൈപ്പോത്തിസിസ്, സെക്കൻഡ് വൺ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് നോക്കാം. നൾ ഹൈപ്പോത്തിസിസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് യൂഷ്വലി സ്റ്റേറ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് പോസിബിൾ അക്സെപ്റ്റൻസ്. എന്ന് വെച്ചാൽ പോസിബിൾ അക്സെപ്റ്റൻസ് ആയിട്ടുള്ള ഹൈപ്പോത്തിസിസാണ് നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ അസംഷൻസ് സെറ്റ് ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റൻസ് ആകാൻ അക്സെപ്റ്റൻസ് ആകാൻ പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് ആകാൻ പോസിബിൾ ആണ് എങ്കിൽ അതിന് നമുക്ക് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന അസംഷൻസ് അത് അക്സെപ്റ്റൻസ് എന്ന് വെച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോസിബിൾ ആണ് എങ്കിൽ അങ്ങനെയുള്ള ഹൈപ്പോത്തിസിസിന് നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. പോസിബിൾ അക്സെപ്റ്റൻസ് ഉള്ള ഹൈപ്പോത്തിസിസിന് നമ്മൾ എന്ത് പറയുന്നു? നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ H0. നമ്മൾ നൾ ഹൈപ്പോത്തിസിസിനെ സൂചിപ്പിക്കുന്നത് H0 ആയിട്ടാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വൺ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. Any hypothesis other than null hypothesis is called alternative hypothesis. It is denoted by H1. ഇവിടെ പറയുന്നത് നൾ ഹൈപ്പോത്തിസിസ് അല്ലാത്ത ബാക്കി എല്ലാ ഹൈപ്പോത്തിസിസിനെ നമ്മൾ എന്താ പറയുന്നത്? ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് നൾ ഹൈപ്പോത്തിസിസ് അല്ല എങ്കിൽ അതിന് നമ്മൾ പറയുന്ന ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ H1. അപ്പോൾ നമ്മൾ ഈ നൾ ഹൈപ്പോത്തിസിസിന് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ ഇതാണ്. വെൻ വി വാണ്ട് ടു ടെസ്റ്റ് വെദർ ദ പോപ്പുലേഷൻ മീൻ ഈസ് 65, ദ നൾ ഹൈപ്പോത്തിസിസ് ഈസ് population mean is 65 and the alternative hypothesis is population mean is not 65. ഇവിടെ പറയുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് വെദർ ദ പോപ്പുലേഷൻ മീൻ ഈസ് 65 ആണ്. വെദർ ദ പോപ്പുലേഷൻ മീൻ ഈസ് 65 ആണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിവിടെ പറഞ്ഞായിരുന്നു അല്ലേ, നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? പോസിബിൾ ആകാൻ സാധ്യതയുള്ള പോസിബിൾ അക്സെപ്റ്റൻസ് ഉള്ള ഹൈപ്പോത്തിസിസ് ആണ്. അപ്പം പോസിബിൾ അക്സെപ്റ്റൻസ് ഉള്ള ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പുലേഷൻ മീൻ 65 പോപ്പുലേഷൻ മീൻ 65 ആണ് ഇവിടെ എന്ത്? നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ദെൻ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? പോപ്പുലേഷൻ മീൻ ഈസ് നോട്ട് 65. ഇങ്ങനെയാണ് എന്താ നൾ ഹൈപ്പോത്തിസിസിൻ്റെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിൻ്റെ എക്സാമ്പിൾ. ഇവിടെ ഇത്രയേ ഉള്ളൂ. നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് വെദർ ദ പോപ്പുലേഷൻ മീൻ 65 ആണ്. വെദർ ദ പോപ്പുലേഷൻ മീൻ 65 ആണ്. അപ്പം നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പോപ്പുലേഷൻ മീൻ 65. അപ്പം ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോപ്പുലേഷൻ മീൻ ഈസ് നോട്ട് 65. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് പഠിച്ചു. അതുപോലെ തന്നെ എന്താണ് ഹൈപ്പോത്തിസിസ് എന്ന് പഠിച്ചു. അതിൻ്റെ ഹൈപ്പോത്തിസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്സ് നൾ ഹൈപ്പോത്തിസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും എന്താണെന്ന് പഠിച്ചു.